സമൂഹത്തെ വളരെയധികം ഞെട്ടിപ്പിച്ച ഒരാളായിരുന്നു ഗോവിന്ദച്ചാമി. ഷൊർണൂരിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് അയാൾ എന്ത് ചെയ്തു? ട്രെയിനിൽ നിന്ന് ചാടി പരിക്കേറ്റ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത കേസ് ഗോവിന്ദച്ചാമി. ആര് പറഞ്ഞു ഗോവിന്ദച്ചാമിയാണ് കേസ്? അതാണ്. എൻ്റെ പൊന്നു സീനു, കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കബളിപ്പിക്കുകയാണ്. ഗോവിന്ദച്ചാമി അല്ല സൗമ്യയെ കൊന്നത്. ഞെട്ടിപ്പിക്കുന്ന മാറ്റം ആണ്. സൗമ്യയെ കൊന്നത് ചാർലി തോമസ് ആണ്. ചാർലി തോമസ് എന്ന് പേരുള്ള ഒരാളാണ് സൗമ്യയെ തീവണ്ടിയിൽ വെച്ച് ആക്രമിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി ആ പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് ചാടുകയും റെയിൽവേ ട്രാക്കിൽ ബോധരഹിതയായി കിടന്ന അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ചാർലി തോമസ് ആണ്. അതിനുശേഷം അയാൾ ഒരു കല്ലെടുത്ത് അവളുടെ തലക്കടിച്ച് അവളെ കൊന്നു എന്നാണ് പറയുന്നത്. അതാണല്ലോ കേസ്. അതിൽ കേരളത്തിലെ കോടതി വധശിക്ഷ വിധിച്ചു, സുപ്രീം കോടതി ജീവപര്യന്തമാക്കി. നിങ്ങൾ ഈ ഗോവിന്ദച്ചാമി എന്ന് പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ മനുഷ്യൻ്റെ പേര് ചാർലി തോമസ് എന്നാണ്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കൊലപാതകം നടന്ന ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഗോവിന്ദച്ചാമി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചാർലി തോമസ് എന്നുള്ള പേര് മാറ്റിവെച്ച് ഗോവിന്ദച്ചാമി എന്ന് മാത്രം പറയുന്നത്? അത് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് ഇയാളുടെ പഴയ പേരാണ്. ഇയാൾ 2007 മതം മാറി ഗോവിന്ദച്ചാമി എന്ന പേര് ഉപേക്ഷിച്ച് ചാർലി തോമസ് എന്നാക്കിയിരുന്നു. ഒഫീഷ്യൽ നെയിം ചാർലി തോമസ് ആണ്. മതം മാറി പേര് മാറ്റി അത് രേഖകളിലും തിരുത്തി കഴിഞ്ഞാൽ പിന്നെ പഴയ പേരാരെങ്കിലും വിളിക്കില്ല. എന്തുകൊണ്ടാണ് ചാർലി തോമസ് എന്നെ പഴയ പേരിൽ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്നത്? കേരളത്തിൽ ഒറ്റ മാധ്യമവും ചെയ്യുന്നില്ല. കാരണം ഗോവിന്ദച്ചാമിയെ ആണ് പ്രൊജക്റ്റ് ചെയ്ത് അവതരിപ്പിക്കേണ്ടത്, ചാർലി തോമസിനെയല്ല. കൃത്യമായും മതപരമായ കാര്യങ്ങളാണ്. കേരളത്തിലെ സംഘടിത മതവിഭാഗത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഇന്നും ഈ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചതിയാണ് ഗോവിന്ദച്ചാമിയെ ചാർലി തോമസ് എന്ന് വിളിക്കാത്തത്. മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ട്. സൗമ്യ കൊലക്കേസ് നടന്ന ആദ്യത്തെ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ചാർലി തോമസ് എന്നാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് പേര് എല്ലാ മാധ്യമങ്ങളിലും ഒരേപോലെ ഗോവിന്ദച്ചാമി എന്നായി. അത് കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ ഗോവിന്ദച്ചാമി എന്ന് മാറ്റിയപ്പോൾ മറ്റു മാധ്യമങ്ങൾ അങ്ങനെ മാറ്റി. കാരണം മുമ്പേ പോകുന്ന ഗോവിന്ദൻ പിമ്പേ ഗമിക്കും എന്ന് പറയുന്ന പോലെ വലിയ പ്രചാരത്തിലുള്ള ചാനൽ, ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം ഒരു പേര് ഉപയോഗിച്ച ആ പേരാണ് ശരി എന്ന് ധരിച്ച് വശാവുന്ന മാധ്യമങ്ങളുണ്ട്. അതാണ് രീതി. ഏറ്റവും പ്രചാരത്തിലുള്ള പത്രം പറഞ്ഞാൽ പിന്നെ അത് തന്നെ നമ്മളും പറയണ്ടേ? ഏറ്റവും പ്രചാരമുള്ള, ഏറ്റവും ആളുകൾ കാണുന്ന മാധ്യമങ്ങളുണ്ട്, അത് തന്നെ നമ്മളും കാണണ്ടേ എന്നങ്ങ് ചിന്തിക്കുകയാണ്. ഞാൻ ഈ ഗോവിന്ദച്ചാമിയുടെ കഥ പറയുമ്പോൾ 2007 ഗോവിന്ദച്ചാമി പേര് മാറ്റി, മതം മാറ്റി എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പിന്നിൽ ഒരു മതം മാറ്റ സംഘടന പ്രവർത്തിച്ചിട്ടുണ്ട്. സൗമ്യയെ കൊല്ലാൻ അവർ പ്രേരിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കൊടും ക്രിമിനലായിരുന്ന, യാചകനായിരുന്ന ഗോവിന്ദച്ചാമിയെ കൺവേർട്ട് ചെയ്തത് കേരളത്തിലെ മതപരിവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ്. ഭിക്ഷാടനം നടത്തുന്നവരെ, ക്രിമിനലുകളെ മാനസാന്തരപ്പെടുത്തി മതം മാറ്റിയെടുക്കാൻ വേണ്ടി സംഘടിതമായി പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇയാൾ കോയമ്പത്തൂരിൽ വെച്ചാണ് ഗോവിന്ദച്ചാമിയെ മതം മാറ്റിയത്. ഇത് എന്നിട്ട് ചാർലി തോമസ് എന്നുള്ള പേര് സ്വീകരിക്കുകയും ചെയ്തു. ചാർലി തോമസ് ആയതിനു ശേഷം അയാൾ നാടിനെ നടുക്കിയ ഭീകരമായ ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ, ഒരു ബലാത്സംഗം ചെയ്തു കഴിഞ്ഞപ്പോൾ, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു കഴിഞ്ഞപ്പോൾ, കേരളത്തിലെ സ്ത്രീകൾക്ക് തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ ഭയമുണ്ടായി തുടങ്ങിയപ്പോൾ മതം മാറിയ ആളുകൾ ഡിസോൺ ചെയ്തില്ല. അവർ അയാളുടെ പേര് മാത്രം തള്ളിക്കളഞ്ഞു, പഴയ പേര് സ്വീകരിച്ചു. കേരളത്തിൽ മതം മാറുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം ഹിന്ദു മതത്തിലേക്ക് മതം മാറുന്നവരുണ്ട് ഇല്ലേ? ഇപ്പൊ രാമസിംഹൻ അലി അക്ബറാണ്. അലി അക്ബർ രാമസിംഹൻ ആയതിനു ശേഷം അലി അക്ബർ എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ രാമസിംഹനാണ്, അത് എൻ്റെ പഴയ പേരാണ്, ഞാനത് ഉപേക്ഷിച്ച പേര് വീണ്ടും അയാളുടെ പേരിൽ ചാർത്തുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു വലിയ കാപട്യമാണ്. ഗോവിന്ദച്ചാമിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാപട്യം ഇതാണ്. ഇനി നോക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഗോവിന്ദച്ചാമി ജയിലിലായി കഴിഞ്ഞപ്പോൾ ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ട് വക്കീലന്മാരുടെ വലിയ നിരയായിരുന്നു അല്ലേ? BA ആളൂർ വരുന്നു. BA ആളൂർ എന്ന് പറഞ്ഞാൽ നമ്മളോർക്ക് എന്തോ കൊടികെട്ടിയ വക്കീലാണ്, അത്ര വലിയ വക്കീലൊന്നുമല്ല. BA ആളൂർ എന്ന് പറഞ്ഞാൽ ബിജു ആൻ്റണിയാണ്. ബിജു ആൻ്റണി എന്ന് പറയുന്ന ആളാണ് BA ആളൂർ എന്ന് പേരൊക്കെ ഒന്ന് മാറ്റിയൊരു ഗുമ്മുണ്ടാക്കി വന്നത്.
ബിജു ആൻ്റണി കോടതിയിൽ വന്നു. കോടതിയിൽ വന്നപ്പോൾ ബിജു ആൻ്റണിയുടെ ഒപ്പം സഹായിക്കാൻ പ്രമുഖരായ ചില വക്കീലന്മാരൂടെ ഉണ്ടായിരുന്നു. ഒരു വക്കീലന്മാരുടെ സംഘത്തെ ഡെപ്യൂട്ടി ചെയ്തു. അത് CPM ബന്ധമുള്ള ആളുകളുണ്ടായിരുന്നു, അഭിഭാഷകർ. അത് അവരുടെ ജോലിയാണ് കേട്ടോ. CPM ബന്ധം ഉള്ളതുകൊണ്ട് ഒരു കേസ് വന്നാൽ വക്കാലത്ത് എടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ BA ആളൂർ ബിജു ആൻ്റണി ഇങ്ങനെ ഒരു വക്കീൽ പടയുമായിട്ട് കോടതികൾ വന്നപ്പോൾ വലിയ വാർത്തയായി. നോക്കൂ, ഒരു പ്രതിക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയല്ലേ? അതെ. സത്യത്തിൽ പ്രതിക്കെതിരെ കോടതിയിൽ വാദം ഉന്നയിക്കുന്ന സൗമ്യ കേസിന്റെ വിചാരണയിൽ സൗമ്യയ്ക്ക് വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി ഹാജരായ വക്കീലിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അയാൾക്ക് വധശിക്ഷ കിട്ടിയില്ലെങ്കിലും ജീവപര്യന്തമെങ്കിലും മേടിച്ചു കൊടുത്തത് ഒരു സർക്കാർ ഭാഗത്തെ ഒരു വക്കീലിന്റെ കഠിനാധ്വാനം കൊണ്ടല്ലേ? അതെ. ആ വക്കീലിന്റെ പേരറിയാമോ? ഇല്ല. പക്ഷെ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീല് BA ആളൂർ, ബിജു ആൻ്റണി എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ പേര്, അയാൾ മരിച്ചുപോയല്ലോ വേണേ, BA ആളൂർ എന്ന് പറഞ്ഞൊരു ഗുമ്മുള്ള പേരൊക്കെ ഇട്ട് അങ്ങ് മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ വക്കീൽ, ഒരു പ്രതിയുടെ വക്കീൽ, ഏറ്റവും നരാധമനായ ഒരു പ്രതിയുടെ വക്കീലിനെ ഇവിടെ ചില ആളുകൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു? അപ്പം അന്ന് തന്നെ ആരോപണം ഉയർന്നു, ബോംബെ പനവേലിലുള്ള ഭിക്ഷാടന മാഫിയ ഉണ്ടല്ലോ, ഭിക്ഷാടന മാഫിയ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ചെറിയ സെറ്റൊന്നുമല്ല. വലിയ നെറ്റ്വർക്കാണ്. അവരുടെ വലിയ അധോലോക സംഘമുണ്ട്. അവർക്ക് രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് ഭിക്ഷാടനത്തിനായ എംപ്ലോയീസിനെ സ്റ്റാഫിനെ വിടുകയാണ്. ആ കളക്ഷൻ മുഴുവൻ വൈകുന്നേരം വന്ന് എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന കപ്പച്ചയാണ്. വലിയൊരു മാഫിയ ഉണ്ട്. ഈ മുംബൈ പനവേൽ ആസ്ഥാനമായിട്ട് ഇങ്ങനെ വലിയ ഭിക്ഷാടന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴുകൊണ്ട്, അന്നുകൊണ്ട്, ഇന്നുകൊണ്ട്, നാളെയും ഉണ്ടാവും. അവരെ തകർക്കാൻ പറ്റില്ല. അത്ര വലിയ നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കാണ് ഗോവിന്ദച്ചാമി എന്ന് നിങ്ങൾ വിളിക്കുന്ന ചാർലി തോമസിന് വേണ്ടി കോടതികളിലെത്താൻ പണം മുടക്കി ലക്ഷക്കണക്കിന് രൂപ പിടിച്ചു. എന്നിട്ട് ആ സമയത്ത് ഒരു വലിയ വിവാദം ഉയർന്നു. ആ വിവാദം ആദ്യം ഉയർത്തിയത് തേജസ് ദിനപത്രമാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദിനപത്രമായ തേജസ് ദിനപത്രം. പിന്നീട് മാധ്യമം ദിനപത്രവും ആ വാർത്തകളുമായിട്ട് വന്നു. അതായത് ഗോവിന്ദച്ചാമിയെ സഹായിക്കുന്നത് ആകാശപ്പറവകൾ എന്ന് പറയുന്ന ഒരു സുവിശേഷ സംഘമാണ് എന്ന് പ്രചാരണം കേരളത്തിൽ ആരംഭിച്ചത് മാധ്യമം ദിനപത്രവും തേജസ് ദിനപത്രവുമാണ്. അവരതിന് ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്നു മാത്രമല്ല, ഈ സൗമ്യയുടെ അമ്മ സുമതി താമസിക്കുന്നത് ധവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ആളും ബഹളമൊക്കെ ഒഴിഞ്ഞ് അവർ ശാന്തമായി കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ സൗമ്യയുടെ വീട്ടിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സുമതിയെ, സൗമ്യയുടെ അമ്മയെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്, ഞങ്ങൾ സൗമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്ന ഭാവത്തിലെത്തിയത് ആകാശപ്പറവക്കാരായിരുന്നു എന്ന് തേജസ് പത്രവും മാധ്യമം പത്രവും റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഗോവിന്ദച്ചാമി എന്ന് നിങ്ങൾ മനഃപൂർവ്വം വിളിക്കുന്ന ചാർലി തോമസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലും പുറത്തും എന്തിന് തൻ്റെ മകൾ ദൈവനിശ്ചയപ്രകാരം പോയതാണ്, അതിലിനി പക വെച്ച് നടന്നിട്ട് കാര്യമില്ല എന്നു പറഞ്ഞ് സൗമ്യയുടെ അമ്മ സുമതിയെ സ്വാധീനിക്കാനും ഈ സംഘം ശ്രമിച്ചിരുന്നു എന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. ആകാശപ്പറവ എന്ന് പറയുന്ന ഗ്രൂപ്പ് കേരളത്തിലുണ്ട്. കൊച്ചിയിൽ കുന്നംകുളത്താണ് ഇതിൻ്റെ ആസ്ഥാനം. അന്നും ഇന്നും ആകാശപ്പറവ എന്ന് പറയുന്ന സംഘം ഈ ചാർലി തോമസുമായുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കെതിരെയുള്ള അലിഗേഷൻസ് നിഷേധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അയാളുടെ പഴയ പേര് ഗോവിന്ദച്ചാമി എന്നുള്ളതേ ഉപയോഗിക്കാറുള്ളൂ. ഞങ്ങൾ മാറ്റിക്കൊടുത്ത ചാർലി തോമസ് എന്നുള്ള പേര് ഉപയോഗിക്കരുതെന്ന് ഇവർ മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരെ അതിന് പ്രേരിപ്പിച്ചിരിക്കാം. ഞാനീ പറഞ്ഞു വെക്കുന്നത്, ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുമ്പോൾ അതിനകത്തൊരു വലിയ ചതിയുണ്ട്. ദാവൂദ് ഗിലാനിയെ നിങ്ങൾ എന്ത് പേര് വിളിക്കും? ഹട്ട്ലി എന്ന് വിളിക്കും അല്ലേ? അതെ. പേരെന്താ? ദാവൂദ് ഗിലാനി. ഹെഡ്ലി എന്ന് വിളിക്കും. ബോംബെ ഭീകരാക്രമണം നടത്തിയ ദാവൂദ് ഗിലാനി എന്നുള്ള പേര് പറയത്തില്ല, ഹെഡ്ലി എന്ന് പറയും. അതുപോലെ ചാർലി തോമസ്, സൗമ്യയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ചാർലി തോമസ് എന്നുള്ള പേരിന് പകരം നിങ്ങൾ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കും. അപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഇവിടെ അല്ലെങ്കിൽ ചാർലി തോമസിന്, നിങ്ങൾ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്ന ചാർലി തോമസിന് കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ഒരുപാട് ആളുകളുണ്ട്. അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള അതിസുരക്ഷയുള്ള ജയിലിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഒറ്റ കൈയാനുള്ള അല്ലേ? ഒരു കൈക്ക് പത്തിയില്ല. സുപ്രീം കോടതി ചോദിച്ചോ, ഒരു കൈക്ക് പത്തിയില്ലാത്ത ഒരുത്തന് കൊല്ലാൻ പറ്റുമോ എന്നൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൂടെ നൽകിയിട്ടാണ് വധശിക്ഷ അളവ് ചെയ്തത്. അത് മാത്രമല്ല, അതിൻ്റെ ഗ്രൗണ്ടുകളിൽ ഒന്നതായിരുന്നു. അപ്പോൾ ഒരു കൈക്ക് പത്തിയില്ലാത്ത ഒരാൾക്ക്
എങ്ങനെ ജയിലിന്റെ അഴികളെ മുറിച്ചു കടന്ന് പുറത്തെത്താൻ കഴിയുമെന്ന ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഗോവിന്ദച്ചാമിയെ സഹായിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ പുറത്തെത്താൻ കഴിയില്ല. ഗോവിന്ദച്ചാമി എന്ന് നിങ്ങൾ വിളിക്കുന്ന ചാർലീസ് തോമസിന്റെ അന്നു മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ചരിത്രം എടുത്താൽ അയാളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു. ഇത് നമ്മൾ പറയാതെ തരമില്ല. ഞാൻ കേരളത്തിലെ ഈ സുവിശേഷ പ്രസംഗം നടത്തുന്ന എല്ലാവരും കുഴപ്പക്കാരെന്നും പറയല്ല. വളരെ മാന്യമായി ദൈവവേല ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ മാനസാന്തരപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ തെരുവിലേക്ക് ഇറക്കി വിടുന്ന രീതിയുണ്ടല്ലോ, അത് വളരെ അപലപനീയമാണ്. ഒരാളെ പേര് മാറ്റി എന്നതുകൊണ്ട് മാത്രം മാനസാന്തരപ്പെടുത്താനൊന്നും പറ്റില്ല. അവൻ്റെ അടിസ്ഥാനപരമായ ക്രിമിനൽ വാസന അവൻ ഉറങ്ങിക്കിടക്കും. അതാണ് ഗോവിന്ദച്ചാമിയിലൂടെ കണ്ടത്, ചാർലി തോമസിലൂടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഈ പേര് മറക്കുന്നറിയാമോ? തങ്ങൾ വിചാരിച്ചാൽ ഒരുത്തനെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മകനാക്കി രക്ഷപ്പെടുത്തി എടുത്ത് നടക്കാം എന്ന് പറയുന്നവർക്ക് തെറ്റിപ്പോയി, അവർക്ക് പിഴച്ചുപോയി എന്നറിയുന്നത് അവർക്ക് വലിയ ക്ഷീണമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഈ ചാർലി തോമസ് എന്നുള്ള പേര് മറച്ചു വെച്ച് പ്രചാരണം നടന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന സമയത്ത് കണ്ണൂർ തളാപ്പ് മേഖലയിലൂടെ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കാൻ പറയുന്ന ചാർലി തോമസ് പോയെന്നും അയാളെ പിടിച്ചു എന്നും ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ വിശദാംശങ്ങൾ പിന്നീട് വരാനുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഗോവിന്ദച്ചാമി നമ്മളും അറിയാതെ ഇപ്പോൾ പല പ്രാവശ്യം ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പേര് ഗോവിന്ദച്ചാമി അല്ല, ചാർലി തോമസ് എന്നാണ് അയാളുടെ പേര് എന്ന് ഉറക്കെ പറയാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മടിക്കുന്നത്? ജനവും പറയാണ്, ഇതിൻ്റെ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് രാവിലെ പകലാക്കാൻ പറ്റും. അയാളുടെ പേര് ചാർലി തോമസ് എന്നാണ്, ഗോവിന്ദച്ചാമി അല്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത്? ഇതൊരു കാതലായ പ്രശ്നമാണ്. ഈ പ്രശ്നം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഈ സൗമ്യയുടെ കേസിൽ സംഭവിച്ച ദുരന്തം, സൗമ്യയുടെ മരണം മാത്രമല്ല, ആ കേസിൽ ഈ പ്രതിയെ ഇപ്പം നോക്കൂ, തടിച്ച് ചേർത്ത് സുന്ദരനായിട്ടാണ് പിടിക്കപ്പെടുമ്പോഴുള്ള ചാർലി തോമസ് അല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവൻ നല്ല ജയിലിൽ കിടന്ന് തിന്നു കൊഴുത്തും മതിച്ച് വരികയാണ്. ഇവൻ പുറത്തിറങ്ങുമ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള അടിസ്ഥാനപരമായ ക്രിമിനൽ ചോദന ഇനിയും ഉണ്ടാവും. ജയിൽ വിട്ടു കഴിഞ്ഞാലും അവന് ഇനിയും അവൻ്റെ മുന്നിൽ സൗമ്യമാർ ഇരകളായി വന്നുപെടും. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ സർക്കാരിന് കാശില്ല. അപ്പോഴാണ് ഇതുപോലെയുള്ള കൊടും ഭീകരന്മാർക്ക് ചിക്കനും മട്ടനും എല്ലാം കൊടുത്ത് നമ്മൾ തിന്നു കൊഴുപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ പറയുമല്ലോ, എല്ലാവരും ഊപ്പി എന്ന് പറയും കളിയാക്കി. പക്ഷേ ഗോവിന്ദച്ചാമി എന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ ചാർലി തോമസ് ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ അവൻ്റെ കുഴിമാടത്തിന് മുന്നിൽ ഇപ്പോൾ ഒരുപാട് പുല്ല് വളർന്നേനെ, സംശയമില്ല. അപ്പോൾ ചുരുങ്ങിയ പക്ഷം ഇത്തരം കാര്യങ്ങളിലെങ്കിലും, ഇത്തരം ക്രിമിനലുടെ കാര്യത്തിലെങ്കിലും മനുഷ്യാവകാശങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ ലൈൻ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവനൊക്കെ ഇനിയും ജയിൽ ചാടും, ഇനിയും സൗമ്യമാരെ വേട്ടയാടും, എന്നിട്ട് നിയമത്തിൻ്റെ വലക്കണ്ണികൾ പൊട്ടിച്ച് നിഷ്പ്രയാസം പുറത്തേക്ക് ഇറങ്ങിപ്പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.